വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ എന്തുകൊണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല? അങ്ങനെ സാധിച്ചില്ലെങ്കിലും ശശി തരൂർ MP ആവശ്യപ്പെട്ടതുപോലെ കലാമിറ്റി ഓഫ് സിവിയർ നേച്ചർ അഥവാ അതീവ ഗുരുതര പ്രത്യാഘാതമുള്ള ദുരന്തമായി എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല? ഇങ്ങനെ ഒരു നീക്കത്തിന് കേന്ദ്രം തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? ഉരുൾപൊട്ടൽ ഉണ്ടായ വയനാട്ടിൽ സഹായം നൽകേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞു മാറുകയാണോ? മഴ മുന്നറിയിപ്പ് നൽകുന്നതിൽ അവസാനിക്കുന്നതാണോ കേന്ദ്ര ഇടപെടൽ? ചൂരൽമലയിലെ സൈന്യത്തിന്റെ ബെയിലി പാലത്തിന് മുന്നിൽ നിന്നും സ്പോട്ട് ലൈറ്റ് ആരംഭിക്കുന്നു. വയനാട്ടിലേത് ദേശത്തിന്റെ ദുരന്തമല്ലേ? ആദ്യം തന്നെ വ്യക്തമായി പറയാം, പ്രകൃതി ദുരന്തങ്ങളൊന്നും ദേശീയ ദുരന്തമല്ല എന്ന് എഴുതി വച്ചിരിക്കുന്ന ചട്ടങ്ങളാണ് രാജ്യത്ത് നിലവിലുള്ളത്. ജൽശക്തി മന്ത്രാലയമാണ് പ്രളയവും ബന്ധപ്പെട്ട ദുരന്തങ്ങളും പരിശോധിക്കുന്നത്. ഈ മന്ത്രാലയത്തിന്റെ രേഖകൾ അനുസരിച്ച് ഒരു പ്രകൃതി ദുരന്തവും ദേശീയ ദുരന്തമല്ല. അപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നത് എന്തൊക്കെയാണ്? പകുതി സംസ്ഥാനങ്ങളെയെങ്കിലും ബാധിക്കുന്ന ഭക്ഷ്യക്ഷാമം പോലുള്ള സാഹചര്യങ്ങളിലാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതും ആശ്വാസ നടപടികൾ പൂർണ്ണമായും കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തം ആകുന്നതും. 10ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് നാഷണൽ കലാമിറ്റി ഓഫ് റേറസ്റ്റ് സിവിയറിറ്റി അഥവാ അസാധാരണ പ്രത്യാഘാതമുള്ള ദേശീയ ദുരന്തമായി ഇത് പ്രഖ്യാപിക്കാവുന്നതേയുള്ളൂ. അങ്ങനെ പ്രഖ്യാപിക്കണമെങ്കിൽ സംസ്ഥാനത്തെ 1/3 ജനതയെയും ബാധിക്കണം എന്നാണ് ചട്ടം. ഇവിടെ അത് ബാധകമാകുന്നില്ല. പിന്നെയുള്ള ഒരു സാധ്യത കലാമിറ്റി ഓഫ് സിവിയർ നേച്ചർ എന്ന പ്രഖ്യാപനമാണ്. കേരളത്തിലെ 2018 പ്രളയം, ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയം, ഹുദുദ് ചുഴലിക്കാറ്റ് എന്നിവയെ കലാമിറ്റി ഓഫ് സിവിയർ നേച്ചറായി പ്രഖ്യാപിച്ചതാണ്. ഗുരുതര പ്രത്യാഘാതമുള്ള ദുരന്തമായി പ്രഖ്യാപിക്കുക എന്ന സാധ്യതയാണ് ഇപ്പോൾ വയനാടിന് മുന്നിൽ ഉള്ളത്. അങ്ങനെ പ്രഖ്യാപിച്ചാൽ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് കേന്ദ്രം നേരിട്ട് തുക വിതരണം ചെയ്യും. ദുരന്ത നിവാരണത്തിന് കേന്ദ്രം പദ്ധതി രൂപീകരിക്കും. 4/3 വിഹിതം കേന്ദ്രവും 1/4 മാത്രം സംസ്ഥാനവും വഹിക്കണം എന്ന ചട്ടം പ്രാബല്യത്തിൽ വരും. കേന്ദ്രത്തിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള തുക തികഞ്ഞില്ലെങ്കിൽ ദേശീയ ദുരന്ത നിവാരണ കണ്ടിജൻസി ഫണ്ടിൽ നിന്ന് തുക ചെലവഴിക്കണം. ഇങ്ങനെ അധികം ആവശ്യം വരുന്ന മുഴുവൻ തുകയും കേന്ദ്രം വഹിക്കണം എന്നാണ് ധനകാര്യ കമ്മീഷൻ എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ ഇത് പ്രാവർത്തികമാകാറുണ്ടോ? 2018 കേരളത്തിലെ പ്രളയം എടുക്കാം. 40,000 കോടി രൂപയുടെ നഷ്ടം കണക്കാക്കിയ പ്രളയമാണ്. അതിൽ കേന്ദ്ര വിഹിതമായി കണക്കാക്കിയത് 4,700 കോടി രൂപ മാത്രമായിരുന്നു. എന്നിട്ട് കേന്ദ്രം അനുവദിച്ചത് 3,048 കോടി രൂപ മാത്രവും. കലാമിറ്റി ഓഫ് സിവിയർ നേച്ചർ ആയിരുന്നെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് നേവിക്ക് സംസ്ഥാനം പണം നൽകേണ്ടി വന്നു. 103,71 ലക്ഷം രൂപയുടെ ബില്ലാണ് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചതിന് നേവി സംസ്ഥാനത്തിന് നൽകിയത്. BJP നേതാക്കൾ ഇത് നിഷേധിച്ചെങ്കിലും കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സുഭാഷ് ഭാംരെ ലോക്സഭയിൽ ഇത് സ്ഥിരീകരിക്കുകയും സംസ്ഥാനം തുക അടയ്ക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് മാത്രമല്ല, സംസ്ഥാനത്തിന് അധികമായി നൽകിയ അരിക്ക് 206 കോടി രൂപയും സംസ്ഥാനം അടയ്ക്കേണ്ടി വന്നു. അതീവ ഗുരുതര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിച്ചാൽ തന്നെ കേന്ദ്ര സഹായം പൂർണ്ണമായും സൗജന്യമല്ല എന്നാണ് ഈ കണക്കുകൾ കാണിക്കുന്നത്. എങ്കിലും എന്തുകൊണ്ടാണ് സംസ്ഥാനം അങ്ങനെ ഒരു ആവശ്യം ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്? ശശി തരൂർ MP ആവശ്യപ്പെട്ടതുപോലെ അതീവ ഗുരുതര പ്രത്യാഘാതമുള്ള ദുരന്തമായി പ്രഖ്യാപിച്ചാൽ കേന്ദ്രത്തിന് ചില ഉത്തരവാദിത്തങ്ങൾ എങ്കിലും ഏറ്റെടുക്കേണ്ടി വരും. അതിൽ പ്രധാനം സെൻഡായി ഫ്രെയിംവർക്കാണ്. 2015 ജപ്പാനിലെ സെൻഡായിയിൽ ചേർന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ദുരന്ത നിവാരണ യോഗം രൂപീകരിച്ച ചട്ടങ്ങൾ പാലിക്കാൻ അംഗരാഷ്ട്രങ്ങൾ ബാധ്യസ്ഥരാണ്. ഇന്ത്യ സെൻഡായി ഫ്രെയിംവർക്ക് അംഗീകരിച്ച രാഷ്ട്രമാണ്. അതനുസരിച്ച് കേന്ദ്ര സർക്കാരിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആദ്യത്തേത്, ദുരന്ത കാരണം കൃത്യമായി അന്വേഷിച്ച് രേഖപ്പെടുത്തണം. ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കി നൽകണം. ദുരന്ത നിവാരണത്തിനായി വേണ്ട മുഴുവൻ തുകയും മുടക്കണം. പുനർനിർമ്മാണം രാജ്യത്തിന്റെ സ്വന്തം ഉത്തരവാദിത്തമായി ഏറ്റെടുക്കണം. ഏറെക്കുറെ രാജ്യത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമായി വരാം
പരിഹാര പ്രവർത്തനങ്ങൾ. സെൻഡായി ഫ്രെയിംവർക്ക് അനുസരിച്ച് കാലാവസ്ഥാ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഏത് ദുരന്തത്തിനും രാജ്യം നേരിട്ട് ഉത്തരവാദിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുമായുള്ള കരാർ അനുസരിച്ചാണെങ്കിൽ ഈ ദുരന്തത്തിന്റെ നഷ്ടപരിഹാരവും പുനർനിർമ്മാണവും രാജ്യം നേരിട്ട് ഏറ്റെടുക്കേണ്ടി വരും. എന്തുകൊണ്ട് അത്തരമൊരു നീക്കം അനിവാര്യമാകുന്നു? വയനാട്ടിലേത് സമ്പൂർണ്ണ കാലാവസ്ഥാ ദുരന്തമാണ്. സെൻഡായി ഫ്രെയിംവർക്ക് അനുസരിച്ചുള്ള എല്ലാ മാനദണ്ഡങ്ങളും ബാധകമായ ദുരന്തമാണ്. കാലാവസ്ഥാ വ്യതിയാനമാണ് ഈ ദുരന്തത്തിന് കാരണം എന്നതിൽ ആർക്കും തർക്കമുണ്ടാവില്ല. വയനാട് ജില്ലയിൽ കാലവർഷം കുറഞ്ഞിട്ടും മേപ്പാടി പഞ്ചായത്തിൽ മാത്രം പെയ്ത അതിവർഷമാണ് ഈ ദുരന്തത്തിന് കാരണമായത്. കാലാവസ്ഥാ മാറ്റം കൊണ്ടുണ്ടായ ദുരന്തമാണ് എന്നതിന് ഇതിനപ്പുറം തെളിവ് ആവശ്യമില്ല. രണ്ടാമത്തേത് സമ്പൂർണ്ണ തകർച്ചയാണ്. മുണ്ടക്കൈ ചൂരൽമല എന്ന രണ്ട് നാടുകളുടെ രൂപഘടന പൂർണ്ണമായും മാറി. മൂന്നാമത്തെ മാനദണ്ഡം സമ്പൂർണമായ പുനർനിർമ്മാണം ആവശ്യമുണ്ടോ എന്ന ചോദ്യമാണ്. 10-1 വീടുകൾ പോലും ശേഷിക്കാത്ത ഗ്രാമത്തിൽ സമ്പൂർണ്ണ പുനരധിവാസമല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. രാജ്യാന്തര സമൂഹത്തിനു മുന്നിൽ ഉത്തരവാദിത്തമുള്ള രാജ്യം എന്ന നിലയിൽ ഇവിടെ സെൻഡായി ചട്ടക്കൂട് അനുസരിച്ചുള്ള പരിഹാരം അനിവാര്യമാണ്. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് അല്ല, ദേശീയ ദുരന്ത നിവാരണ ഫണ്ട് തന്നെയാണ് വിനിയോഗിക്കേണ്ടത്. മഴ മുന്നറിയിപ്പ് നൽകിയാൽ അവസാനിക്കുന്നതല്ല കേന്ദ്ര ഉത്തരവാദിത്തം. ഏറ്റവും ഉദാരമായി ഇടപെടുക എന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തം തന്നെയാണ്. അത്തരമൊരു നീക്കം ഉണ്ടാകുമെന്ന പ്രതീക്ഷ പങ്കുവച്ച് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി.